നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പത്രക്കട്ടിങ്ങുകളിലൂടെയാണ് പോകുന്നത്. ആദ്യമായിട്ട് 2024 ഇപ്പം നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അല്ലേ. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. എന്താണ്? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണെന്ത്? മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. എന്തൊക്കെയാണ് മിത്ത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് റിയാലിറ്റി എന്നുള്ളത് നമ്മുടെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്. IPL ഒരു ടീമിനായിട്ട് 150 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് മാറിയത് ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. ആരാണ്? ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസിൽ നിന്നാണ് ഇത്രയധികം വിക്കറ്റുകൾ അദ്ദേഹം നേടുന്നത്. അപ്പോൾ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്ന സംവിധാനം എന്താണ്? മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. എന്നാൽ 150 വിക്കറ്റുകൾ IPL ഒരു ടീമിനായിട്ട് നേടുന്ന ആ ഒരു ഇന്ത്യൻ താരമാണ് ആരാണ്? ജസ്പ്രീത് ബുംറയാണ്, മുംബൈ ഇന്ത്യൻസ്. അടുത്തത് IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് താരം. ഇത് ആർക്കും ഒരു സംശയവും വരില്ല. എന്നാലും നമ്മുടെ സഞ്ജു വി സാംസൺ. ആരാണ്? സഞ്ജു വി സാംസൺ. അതുപോലെ 2024 75-ാം വാർഷികം ആഘോഷിച്ച നമ്മുടെ അന്താരാഷ്ട്ര സംഘടന ഏതാണത്? നാറ്റോ ആണ്. ഓക്കെ, 2024 75-ാം വാർഷികം ആഘോഷിച്ച സംഘടന ഏതാണ്? നാറ്റോ. 2024 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്? നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ ആണ്. ആരാണ് 2024 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ ജേതാവായത്? നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ. അപ്പോൾ IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് താരം ആരാണ്? അത് സഞ്ജു വി സാംസൺ ആണ്. അതുപോലെ 75-ാം വാർഷികം 2024 ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ അത് നാറ്റോ ആണ്. 2024 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ ജേതാവ് ആരാണ്? അത് മാക്സ് വെസ്റ്റപ്പൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ. അത് ആദ്യത്തെ വനിത എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതയായ വ്യക്തിയാണ് ലിൻഡി ക്യാമറൂൺ. ഓക്കെ, ജെയിംസ് ക്യാമറൂൺ എന്നല്ല, ലിൻഡി ക്യാമറൂൺ. ആരാണ്? ലിൻഡി ക്യാമറൂൺ. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും ഈ ഒരു പേര് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ. IMFൻ്റെ MD ആരാണ്? ക്രിസ്റ്റലീന ജോർജീവ. ഈ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ആളെ വീണ്ടും പുനർനിയമിച്ചിരിക്കുകയാണ്. ഓക്കെ, ആരാണ് IMFൻ്റെ മേധാവിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? ക്രിസ്റ്റലീന ജോർജീവ. അടുത്തത് MPATGM സിസ്റ്റം പരീക്ഷണം വിജയം. എന്താണത്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെപ്പൺ സിസ്റ്റം. ഇതാണ് MPATGM സിസ്റ്റം. എന്താണ് MPATGM? MPATGM എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെപ്പൺ സിസ്റ്റമാണ്. ഓക്കെ, രാജസ്ഥാനിൽ പൊക്രാനിലുള്ള ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. രാജസ്ഥാനിലെ പൊക്രാനിലുള്ള ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. അടുത്തത് പകലും രാത്രിയും ഒരുപോലെ ഉപയോഗിക്കാനും മികച്ച ആക്രമണ ശേഷിയോടെ ശത്രു സൈന്യത്തിനെതിരെ പോരാടാനും ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും. എന്താണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത? പകല് മാത്രമല്ല, പകലും രാത്രിയും ഒരുപോലെ ഉപയോഗിക്കാനും മികച്ച ആക്രമണ ശേഷിയോടെ സൈന്യത്തിനെതിരെ പോരാടാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. കൂടുതൽ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ പരീക്ഷണങ്ങൾ പൂർത്തിയായിട്ട് നമ്മുടെ ഈ സിസ്റ്റം കരസേനയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അടുത്തത് സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 10ാം സ്ഥാനം. ഓക്കെ, സൈബർ കുറ്റകൃത്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ വളരെ മുന്നേറിയിരിക്കുകയാണ്. ഓക്കെ, 10ാം സ്ഥാനത്താണുള്ളത്. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യക്ക് 10ാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ 1ാം സ്ഥാനത്ത് ആരാണ്? റഷ്യയാണ്. 1ാം സ്ഥാനത്ത് റഷ്യയാണ്. യുക്രൈൻ, ചൈന, US എന്നീ രാജ്യങ്ങളാണ്
തൊട്ട് പിറകിലായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്ന രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. പിന്നീട് തൊട്ട് പിറകിലായിട്ട് യുക്രൈനുണ്ട്, ചൈനയുണ്ട്, US ഉണ്ട്. യുക്രൈനും റഷ്യ ഈ ഫസ്റ്റ് വരാൻ ഉള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ വിവിധ രാജ്യങ്ങളെ ഒരു സൈബർ വിങ് വിദഗ്ധരാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 10ാം സ്ഥാനം. തൊട്ട് പിറകിലായിട്ട് റഷ്യയുണ്ട്, യുക്രൈനുണ്ട്, ചൈനയുണ്ട്, US ഉണ്ട്. അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് പദ്ധതി. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം അല്ലേ, തിരുവനന്തപുരത്താണ് ഉള്ളത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആഴക്കടൽ തുറമുഖം അല്ലെങ്കിൽ ഏറ്റവും ആഴമുള്ള നമ്മുടെ തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് എന്താണ്? ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് പ്രവർത്തിപ്പിക്കാൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അനുമതി നൽകി. അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള കപ്പലുകളെല്ലാം വരാനും അതുപോലെ തന്നെ കണ്ടെയ്നർ പോർട്ടായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിക്കും. ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏത് റൂട്ടിലുള്ള ഇതിനും ഇപ്പോൾ സഡൻ ആയിട്ടൊരു ഹോൾട്ട് വെക്കണമെങ്കിലും അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഹോൾട്ട് ചെയ്യണമെങ്കിലും ഒക്കെ വിഴിഞ്ഞത്ത് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് പദവി ലഭിക്കുന്ന തുറമുഖം ഏതാണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ആണെങ്കിൽ ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറും. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നമ്മുടെ വിഴിഞ്ഞമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ ചെറിയ കപ്പലുകളിലേക്ക് കൈമാറി തുറമുഖത്തേക്ക് എത്തിക്കുന്ന നിർണായക കേന്ദ്രങ്ങളെയാണ് എന്ത്? ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ അന്താരാഷ്ട്ര രാജ്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ വന്നാലും അവിടെ ഒരു ചെറിയൊരു ഹോൾട്ട് വയ്ക്കാൻ സാധിക്കും. ഓക്കെ, വിത്ത് പെർമിഷനോടെ ഒരു ഹോൾട്ട് വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വലിയ കപ്പലുകളിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് ചരക്ക് മാറ്റിയിട്ട് തുറമുഖത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നിർണായക കേന്ദ്രങ്ങളുമാണ് എന്ത്? ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുകൾ എന്ന് പറയുന്നത്. അടുത്തത് ബ്രഹ്മോസ്. നമുക്കറിയാം ഈ അടുത്ത് നമ്മൾ ഫിലിപ്പീൻസുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നു. എന്തിനാണ്? ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ. ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിർമ്മിച്ച ഒരു ക്രൂസ് മിസൈലാണ് അല്ലേ. ആ ബ്രഹ്മോസിനെ ആർക്ക് കൊടുത്തു? നമ്മുടെ സൂപ്പർസോണിക് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിനെ ഫിലിപ്പീൻസിലേക്ക് കൈമാറ്റം ചെയ്തു. അപ്പോൾ ഫിലിപ്പൈൻസിലേക്കാണ് ആദ്യമായിട്ട് ബ്രഹ്മോസ് കയറ്റി അയച്ചത്. കയറ്റുമതി സംബന്ധിച്ച കരാറിൽ 2 വർഷം മുമ്പാണ് ഇന്ത്യയും ഫിലിപ്പൈൻസും ഒപ്പുവെച്ചത്. അപ്പോൾ ഫിലിപ്പൈൻസിന് എന്ത് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് അല്ലേ ബ്രഹ്മോസ്. അപ്പോൾ ബ്രഹ്മോസ് വേറൊരു രാജ്യവുമായിട്ട് മറ്റ് കരാറുകളിലും മറ്റൊരു ഇതിനും ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ ഇത് ഫിലിപ്പൈൻസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കരാറിലാണ് എപ്പോഴും നമ്മൾ ആയുധം കൈമാറുക. ഓക്കെ, അതുപോലെ മിസൈലുകൾക്ക് പുറമെ അവരുടെ ലോഞ്ചേഴ്സ്, റഡാർ യൂണിറ്റ്, കൺട്രോൾ സെൻറ്റർ ഇതെല്ലാം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. ലോഞ്ചേഴ്സ്, റഡാറുകൾ, കൺട്രോൾ സെൻറ്റേഴ്സ് ഇവയെല്ലാം കൈമാറിയിട്ടുണ്ട്. മിസൈൽ ഉപയോഗിക്കാനുള്ള പരിശീലനം അവിടെ ലഭ്യമായിട്ടുണ്ട്. ലോകത്തിന് നിലവിലുള്ള ഏറ്റവും വേഗമേറിയ മിസൈലാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വേഗമേറിയ മിസൈലാണ് ഏത്? ബ്രഹ്മോസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ത്യയുടെ അഭിമാനം എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ. അടുത്തത് വാഗമണിൻ്റെ പേരിൽ ഒരു പുതിയ സസ്യം, വാഗമൺ മരനിരകളിൽ പുതിയ ഒരു ഇനം സസ്യങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റിപ്പാണലിൻ്റെ ഏകദേശം നമ്മുടെ തുളസിയുടെ ഇല പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പോൾ കുറ്റിപ്പാണലിൻ്റെ ജനസിൽപ്പെട്ട സസ്യത്തിന് ലിസ്റ്റിയ വാഗമണിക്ക എന്നാണ് ശാസ്ത്രീയ നാമം നൽകിയത്. എന്താണ്? ലിസ്റ്റിയ വാഗമണിക്ക എന്നാണ് ഈ ഒരു ശാസ്ത്രീയ നാമം സസ്യത്തിന് നൽകപ്പെട്ടത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വാഗമൺ മലനിരകളിലെ നിത്യഹരിത വനങ്ങളിലാണ് ഈ സസ്യത്തെ
കാണാൻ സാധിക്കുക. അപ്പോൾ വാഗമണിലാണ് ആ ഒരു സസ്യം പുതുതായിട്ട് കണ്ടെത്തിയത്. അതിൻ്റെ പേരെന്താണ്? ലിസ്റ്റിയ വാഗമണിക്ക. ഓക്കെ, അടുത്തത് ലക്ഷദ്വീപിൽ സ്വകാര്യ ബാങ്ക് ശാഖ തുടങ്ങുകയാണ്. നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. എന്താണ് അവിടെ? ടൂറിസം ഒക്കെ ഒത്തിരി ടാറ്റ ഗ്രൂപ്പുമായിട്ടൊക്കെ ചേർത്ത് ടൂറിസം ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ ലക്ഷദ്വീപ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്കാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ കവരത്തി ദ്വീപിൽ. ഏത് ദ്വീപിലാണ്? കവരത്തി ദ്വീപിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ലക്ഷദ്വീപിലെ ബാങ്കിങ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഇപ്പോൾ ലക്ഷദ്വീപിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കിങ് അധിഷ്ഠിത കാര്യങ്ങളെല്ലാം നടക്കുന്ന എവിടെ നിന്നാണ്? കേരളത്തിലേക്ക് വന്നിട്ടാണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ടൂറിസം ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ അവിടെയും ബാങ്കിങ് സൗകര്യങ്ങൾ വേണ്ടേ ഇല്ലേ? നമ്മുടെ UPI പോലെയുള്ള കാര്യങ്ങൾ അവിടെയും കുറച്ചുകൂടെ പോപ്പുലർ ആണ്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു ബാങ്ക്, നമ്മുടെ HDFC ആണ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ്, പേഴ്സണൽ ബാങ്കിങ്, QR സേവനങ്ങൾ എന്നിവ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഒരുക്കുകയാണ് നമ്മുടെ ബാങ്കിൻ്റെ ലക്ഷ്യം. ഇതോടെ കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയുള്ള ഏക സ്വകാര്യ ബാങ്കായിട്ട് HDFC മാറി. അതായത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയുള്ള ഏക സ്വകാര്യം. നമ്മുടെ SBI ഒക്കെ ഉണ്ട്, ഓക്കെ, അതൊക്കെ പൊതുമേഖലാ ബാങ്കാണ് അല്ലേ. സ്വകാര്യ ബാങ്ക്, കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയുള്ള ഒരു ഏക സ്വകാര്യ ബാങ്കായിട്ട് ആര് മാറി? ഏത് ബാങ്ക് മാറി? HDFC മാറി. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രക്കട്ടിങ്ങുകളും ന്യൂസുമാണ് കണ്ടത്. ഇപ്പോൾ ജൂലൈ വരെ മാക്സിമം ക്ലാസ്സസ് കറണ്ട് അഫയേഴ്സിൻ്റെ തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.